വാർത്തയിലേക്ക്. കാസർഗോഡ് പൊയ്നാച്ചി പറമ്പിൽ ദമ്പതികളെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വേണുഗോപാൽ, സ്മിത എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മകൻ റാപ്പർ വേടന്റെ പരിപാടിക്കിടെ ട്രെയിൻ തട്ടി മരിച്ചിരുന്നു. മകന്റെ മരണത്തിലെ മാനസിക വിഷമമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അരുൺ പാറയ്ക്കുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, മകന്റെ വിയോഗം അത് താങ്ങാനാകാതെ ഇരുവരും ആത്മഹത്യ ചെയ്തു എന്ന നിഗമനമാണോ അത് സൂചിപ്പിക്കുന്ന ആത്മഹത്യാക്കുറിപ്പടക്കം കണ്ടെത്തിയിട്ടുണ്ടോ? സുഹൈലെ, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ആത്മഹത്യ ഉണ്ടാവുന്നത്. കാസർഗോഡ് പൊയ്നാച്ചി പറമ്പിലെ ഇവരുടെ വീടിന്റെ സെൻട്രൽ ഹാളിലാണ് ഈ തൂങ്ങി മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടെത്തിയത്. വീട്ടിൽ ഒരു ബന്ധു കൂടി ഉണ്ടായിരുന്നു. ആ ബന്ധു പുറത്തുപോയ സമയത്താണ് ഇവർ ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. വേണുഗോപാലിന്റെയും സ്മിതയുടെയും മകൻ കഴിഞ്ഞ ഡിസംബർ 29 തീയതി ബേക്കൽ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് റാപ്പർ വേടന്റെ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി കാണാനെത്തിയതിനിടെ ബേക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിൻ തട്ടി മരിച്ചിരുന്നു. അതിനുശേഷം മാതാപിതാക്കൾ വലിയ മാനസിക വിഷമത്തിലായിരുന്നു. ഡോക്ടറെ ഉൾപ്പെടെ കാണിച്ചിരുന്നു എന്നാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ആത്മഹത്യാ ശ്രമം ഉണ്ടായത്. സുഹൈ, മകന്റെ വിയോഗം താങ്ങാനാകാതെയാണ് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തെന്നാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. അരുൺ പാറക്കലാണ് കാസർഗോഡ് എന്ന വാർത്താ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.